സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് റിസർച്ചിലെ സെക്കൻഡ് മെത്തേഡായ ഒബ്സർവേഷൻ എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മെത്തേഡ് ഓഫ് റിസർച്ചിലെ സർവേ മെത്തേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ് എന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം ഡിസ്കസിങ് ദി ടോപ്പിക് ഓഫ് വാട്ട് ഡു യു മീൻ ബൈ ഒബ്സർവേഷൻ. The observation method is most commonly used method in behavioral science. സാധാരണയായിട്ട് ബിഹേവിയറൽ സയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ become a scientific tool and the method of data collection for the researcher when it serve a formulated research purpose, is systematically planned and recorded, and is subjected to check and controls on validity and reliability. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ ഒരു സയൻറ്റിഫിക് ഉപകരണമായി മാറുകയും അതിലൂടെ റിസർച്ചറിൽ ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒബ്സർവേഷൻ മെത്തേഡ് ഒരു റിസർച്ച് എന്ന ഉദ്ദേശത്തിനായി പ്രവർത്തിക്കുകയും സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാനിങ് നടത്തുകയും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അതിൻ്റെ വാലിഡിറ്റി, റിലയബിലിറ്റി എന്നിവ കൺട്രോൾ ചെയ്യുക എന്നതാണ്. ഇറ്റ് ഓൾസോ എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ബിഹേവിയറൽ പാറ്റേൺ ഓഫ് പീപ്പിൾ, ഒബ്ജക്റ്റ് ആൻഡ് ഒക്കറൻസ് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ഓർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ ഡയറക്റ്റായിട്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കലോ അല്ലെങ്കിൽ അയാളെ ആ ഒരു പ്രോപ്പർട്ടീനെ എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അയാൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ല, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആശയവിനിമയം നടത്തുന്നതല്ല ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക, ഒരാളുടെ ബിഹേവിയറൽ പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതാണ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മീൻസ് viewing or seeing. We go on observing something or other while we are awake. Most of such observations are just casual and have no specific purpose, but observation as a method of data collection is different from such casual viewing. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ എന്നാൽ വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം ഒബ്സർവേഷനുകളിൽ ഭൂരിഭാഗവും താൽക്കാലികവുമായിട്ടും ഒരു പ്രത്യേക തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്സർവേഷൻ? എന്തൊക്കെ സവിശേഷതകളാണ് ഒബ്സർവേഷനിലുള്ളത്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് ബോത്ത് എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റി. ഒബ്സർവേഷൻ മെത്തേഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഒരു ഒബ്സർവേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഒബ്സർവേഷൻ ഈസ് സെലക്റ്റീവ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സെലക്റ്റീവ് മെത്തേഡാണ്. കാരണം ഒരു റിസർച്ചറിൽ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ഒരു സ്റ്റഡി നമുക്ക് തന്ന സ്റ്റഡി ഏതാണോ അതിൻ്റെ നാച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഒരു റിസർച്ചിലെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റഡിയുടെ സ്കോപ്പ്, നാച്ചർ, ഒബ്ജക്റ്റീവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒബ്സർവേഷൻ ഈസ് പെർപ്പസീവ് ആൻഡ് നോട്ട് കാഷ്വൽ. ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ പെർപ്പസീവ് ആണ്, ബട്ട് നോട്ട് കാഷ്വൽ ആണെന്നാണ് പറയുന്നത്. കാഷ്വൽ അല്ലായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാപ്ചേഴ്സ് ദ നാച്ചുറൽ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് പേഴ്സൺസ് ബിഹേവിയർ ഒക്കേഴ്സ്. ഒബ്സർവേഷൻ മെത്തേഡിലൂടെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും.
ഏതൊരു പേഴ്സൻ്റെയും ബിഹേവിയർ ക്യാപ്ചർ ചെയ്യാൻ ഒബ്സർവേഷൻ മെത്തേഡിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പൻറ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. What do you mean by participant observation? ഈ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷകർ നിരീക്ഷിച്ച പ്രതിഭാസത്തിൻ്റെയോ ഗ്രൂപ്പിൻ്റെയോ ഭാഗമാണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആ ഒബ്സർവ് ചെയ്ത ആൾ ഒരു ഒബ്സർവറും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻറ്റും ആയിട്ടാണ് ഒരു പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷനിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ നമ്മൾ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡിൽ ഒബ്സർവർ വേറിട്ട് നിൽക്കുകയോ ഒബ്സർവ് ചെയ്ത പ്രതിഭാസത്തിൻ്റെ നമ്മൾ എന്തിനാണോ ഒബ്സർവ് ചെയ്തത്, ഏത് പ്രതിഭാസത്തിലാണോ നമ്മൾ ഒബ്സർവ് ചെയ്തത്, ആ ഒബ്സർവ് ചെയ്ത പ്രതിഭാസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുകയും സാധാരണയായി ഒബ്സർവറിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാകുന്നില്ല. അത്തരം പാർട്ടിസിപ്പൻസാണ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ മെത്തേഡിൻ്റെ കേസിൽ ഒബ്സർവർ വേറിട്ട് നിൽക്കുകയും ഒബ്സർവ് ചെയ്ത പ്രതിഭാസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുകയും സാധാരണയായി ഒബ്സർവറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവാത്ത അത്തരം പാർട്ടിസിപ്പൻസിനെയാണ് അല്ലെങ്കിൽ അത്തരം പാർട്ടിസിപ്പേഷൻസിനെയാണ് നമ്മൾ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. എന്താണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ? ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ അത് ഡയറക്റ്റായി ഒബ്സർവ് ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെത്തേഡിലൂടെ സംഭവങ്ങളുടെയും പെരുമാറ്റത്തിൻ്റെയും സൂക്ഷ്മ വശങ്ങൾ കാണാനും അത് റെക്കോർഡ് ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇവിടെ എന്താണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷനിൽ അതിലെന്താണ് ഒരു ഒബ്സർവറിൻ്റെ പ്രസൻസ് അതിൽ ഉൾപ്പെടുന്നില്ല. കൂടാതെ റെക്കോർഡിംഗ് നടത്തുന്നത് മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുമാണ് അവിടെ ഡയറക്റ്റ് ഒബ്സർവേഷൻസ് നടത്തുന്നത്. അല്ലാതെ ഒരു ഒബ്സർവറിൻ്റെ സാന്നിധ്യം എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ? കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ലബോറട്ടറിയിലോ അതുപോലെ തന്നെ ഫീൽഡിലോ കണ്ടക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ കണ്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ഫീൽഡിലോ കണ്ടക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ കൺട്രോൾഡ് ഒബ്സർവേഷനിൽ എങ്ങനെ എപ്പോൾ നിരീക്ഷിക്കണം എന്ന വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. കൺട്രോൾഡ് ഒബ്സർവേഷനിൽ എങ്ങനെ നിരീക്ഷിക്കണം, എപ്പോൾ നിരീക്ഷിക്കണം, എന്ത് നിരീക്ഷിക്കണം എന്നൊരു ധാരണ ആ ഒബ്സർവേഷനിൽ ഓൾറെഡി ഉണ്ടായിരിക്കും, വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒബ്സർവേഷന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫറിങ് കാഷ്വാലിറ്റിക്കും അതുപോലെ തന്നെ കാഷ്വൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്താനുമാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ലബോറട്ടറിയിലോ ഫീൽഡിലോ കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡാണ് കൺട്രോൾ ഒബ്സർവേഷൻ. ഈ കൺട്രോൾ ഒബ്സർവേഷനിൽ എങ്ങനെ എപ്പോൾ നിരീക്ഷിക്കണം എന്ന ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. ഈ ഒബ്സർവേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻഫറിങ് കാഷ്വാലിറ്റിയും അതുപോലെ തന്നെ കാഷ്വൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും നടത്തുന്നതിനാണ് ഈ ഒരു കൺട്രോൾഡ് ഒബ്സർവേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒബ്സർവേഷനിൽ എക്സ്ട്രൻസിക്കും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിനിക്കും
ആയ വേരിയബിളാണ് ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അൺകൺട്രോൾഡ് ഒബ്സർവേഷനിൽ എക്സ്ട്രിൻസിക്കും അതുപോലെ തന്നെ ഇൻട്രിൻസിക്കും ആയ വേരിയബിൾസ് ഈ ഒരു അൺകൺട്രോൾഡ് ഒബ്സർവേഷനിൽ ഉൾപ്പെടുന്നില്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ ആയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സിനെ റിസർച്ചിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ റിസർച്ച് ഡിസൈൻ ഡിസ്ക്രൈബ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് ഈ ഒബ്സർവേഷൻ കൺട്രോൾഡ് ഒബ്സർവേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് റിസർച്ചിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷന് ഒരു സാധാരണ അൺകൺട്രോൾഡ് ഒബ്സർവേഷനാണ് എന്നാണ് പറയുന്നത്. പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ ഒരു സാധാരണ അൺകൺട്രോൾഡ് ഒബ്സർവേഷനാണ്. എന്തിൻ്റെ കേസിലാണ്? നമ്മുടെ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ്റെ കേസിൽ. നെക്സ്റ്റ് പോയിൻ്റ് ആണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ എന്താണ് നടക്കുന്നത്? ഒരു റിസർച്ചിൻ്റെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് മുൻകൂട്ടി പ്രീ ഡിസൈൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിൻ്റെ കേസിൽ? സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ മുൻകൂട്ടി തന്നെ ഒരു റിസർച്ചിൻ്റെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പ്രീ ഡിസൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ റിസർച്ചർ കൂടുതൽ ബോധവാന്മാർ ഉള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടുള്ള ബോധമുള്ളവരായിരിക്കും ഒരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ റിസർച്ചർ സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒബ്സർവ് ചെയ്ത ഗ്രൂപ്പുമായും ആളുകളുമായും ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ ഒബ്സർവേഷനിൽ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ധാരാളം മോസ്റ്റ് ഓഫ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? ഗോൾ ഓഫ് ഡിസ്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അത്തരം ഒബ്സർവേഷൻസ് അങ്ങനെ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് സിമ്പിൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ചിലെ കുറേ സ്റ്റഡികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റഡിയിലൊക്കെ ഒരു ഗോൾ ഉണ്ടാവും, ഗോൾ ഓഫ് ഡിസ്കവറി, ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് എംപ്ലോയീസ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ്, ട്രെയിൻഡ് ഒബ്സർവേഴ്സ്, ഷെഡ്യൂൾ ഫോർ റെക്കോർഡിംഗ് ആൻഡ് അതർ ഡിവൈസസ് ഫോർ ദ ഒബ്സർവർ ദാറ്റ് മിറർ ദ സയൻറ്റിഫിക് പ്രൊസീജിയർ ഫോർ അതർ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡിലൂടെ സയൻറ്റിഫിക് പ്രൊസീജിയേഴ്സ് വരുന്ന ഇപ്പോൾ എംപ്ലോയി സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ആണെങ്കിലും അതുപോലെ തന്നെ ട്രെയിൻഡ് ഒബ്സർവേഷൻ ആണെങ്കിലും ഷെഡ്യൂൾഡ് ഓഫ് റെക്കോർഡിംഗ് ആണെങ്കിലും അതുപോലത്തെ കുറേ ഡിവൈസസ് ഉണ്ടാകും. ആ ഡിവൈസൊക്കെ സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ് ചെയ്ത് പോകുന്ന ഡിവൈസാണ്. ആ ഒരു ഡിവൈസിലൂടെ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ഷനിലെ മെത്തേഡ് അതർ മെത്തേഡ്സ് ആയ പ്രൈമറി ഡാറ്റ കളക്ഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒബ്സർവേഷനാണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് ടൈപ്പാണ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. എന്താണ് സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ? എന്താണ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ? വാട്ട് ഡു യു മീൻ ബൈ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ? സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്വഭാവത്തെ തന്നെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിനെ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം മാത്രം നിരീക്ഷിച്ചാൽ, ഒരു വ്യക്തിയുടെ സ്വഭാവം സ്വന്തം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അത്തരം ഒബ്സർവേഷനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു വ്യക്തിക്ക് ഉണ്ടായ എന്തെങ്കിലും തരം അനുഭവം, ആ അനുഭവത്തെക്കുറിച്ചിട്ട് അയാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഒബ്സർവേഷനെ നമ്മൾ പറയുന്നത് സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്നും പറയാം. അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെ ഉണ്ട്. സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സ്വയം നിരീക്ഷിക്കുക, സ്വന്തം നിരീക്ഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ.
സബ്ജക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അവനുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേറ്റഡ് അല്ലാത്ത, യാതൊരു തരത്തിലുള്ള ബന്ധമല്ലാത്ത അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ കാര്യങ്ങൾ, അതിനൊക്കെ കുറിച്ച് നിരീക്ഷിക്കുന്ന, അതിനൊക്കെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവനുമായിട്ട് യാതൊരു തരത്തിലും റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് കാഷ്വൽ ആൻഡ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ. കാഷ്വൽ ആൻഡ് സയൻറ്റിഫിക് സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒബ്സർവേഷന് ചിലപ്പോൾ കാഷ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതെന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനായിട്ട് പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ഒരു കാഷ്വൽ ഒബ്സർവേഷൻ ആണെങ്കിൽ അതിൻ്റെ സമീപനമുള്ള ഒരു നിരീക്ഷണത്തിൽ ശരിയായ കാര്യവും അതുപോലെ തന്നെ ശരിയായ സ്ഥലവും ശരിയായ സമയത്ത് കാഷ്വലായിട്ട് നിരീക്ഷിക്കുന്നതിനെയാണ് എന്ത്, നമ്മൾ കാഷ്വൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള മെഷർമെൻറ്റ്സ് വേണം, മെഷർമെൻറ്റ് ഉപകരണങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ഒരു മെഷർമെൻറ്റ് എന്തിനുണ്ടായിരിക്കണം, നമ്മുടെ ഈ സയൻറ്റിഫിക് ഒബ്സർവേഷനിൽ ഉണ്ടായിരിക്കണം. നേരെ മറിച്ച് കാഷ്വൽ ഒബ്സർവേഷനിൽ എന്താണ്, ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള മെഷർമെൻറ്റ്സും വേണ്ട, അല്ലാതെ തന്നെ എന്താണ് അവർക്ക് കാഷ്വലായിട്ട് അത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻട്രാ സബ്ജക്റ്റീവ് ആൻഡ് ഇൻ്റർ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരേ കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ചിട്ടുള്ള നിരീക്ഷണം ഒരേ റിസർച്ചർ തന്നെ, ഒരേ വ്യക്തി തന്നെ ഒരേ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ആവർത്തിച്ച് നിരീക്ഷിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആവർത്തിച്ച് ഒബ്സർവേഷൻ നടത്തുന്നതിനെയാണ്, നമ്മൾ ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം, ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തി എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യത്തെക്കുറിച്ച് ഒബ്സർവേഷൻ നടത്തുക, അതിനെയാണ് ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റർ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ചായിരിക്കും ആവർത്തിച്ചിട്ട് ഒബ്സർവേഷൻ നടത്തുന്നത്, പക്ഷെ അത് വ്യത്യസ്തമായിട്ടുള്ള ഒബ്സർവേഴ്സ് ആയിരിക്കും, ഈ വ്യക്തികളായിരിക്കും ഈ നിരീക്ഷണം ആവർത്തിച്ച് നടത്തുന്നത്. പക്ഷേ ഇൻട്രാ സബ്ജക്റ്റീവ് കേസിൽ ഒരു വ്യക്തി തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് ഒബ്സർവേഷൻ നടത്തുക. നേരെ മറിച്ച് ഇൻ്റർ സബ്ജക്റ്റീവ് ആണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിലും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒബ്സർവേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഫാക്ച്വൽ ആൻഡ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ. ഇവിടെ എന്താ പറയുന്നത്, ഫാക്ച്വൽ ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വസ്തു, ആ വസ്തുവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇൻഫോർമേഷൻസ് നിരീക്ഷണത്തിലൂടെയാണ് കളക്ഷൻ നടത്തുന്നതെങ്കിൽ അത്തരം ഒബ്സർവേഷൻ നമ്മൾ ഫാക്ച്വൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുപരമായ വിവരങ്ങൾ നിരീക്ഷണത്തിലൂടെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ഒബ്സർവേഷൻസ് നമ്മൾ ഫാക്ച്വൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഇൻഫറൻഷ്യൽ ഒബ്സർവേഷനുകളിൽ ഇൻഫറൻഷ്യൽ വരയ്ക്കുന്നതിനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് അതിൻ്റെ ഇൻഫറൻസസ് ഡ്രോ ചെയ്യുന്നതിനെയാണ് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഇൻഫറൻസസ് ഡ്രോ ചെയ്യുന്ന അതിനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ ഒബ്സർവേഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്, എക്സാമിന് അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ എല്ലാവരും നന്നായിട്ട് പഠിച്ച് വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ്, എന്തെങ്കിലും തരത്തിലുള്ളൊരു
നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടതാണ്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.